നിർമ്മാണ സാമഗ്രികളുമായി പോകുന്ന ലോറിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ റോഡിൽ വീണ് അപകടം പതിവായിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് നവംബർ 6-ന് അടൂർ ന്യൂസ് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച രാത്രി സംസ്ഥാന പാതയിൽ ടിപ്പർ ലോറിയിൽ നിന്ന് മെറ്റൽ ചിപ്സ് വീണ് ഇരുചക്ര വാഹന യാത്രികർ തെന്നി വീണ് പരിക്കേറ്റ സംഭവമുണ്ടായി. മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ മാരൂരിലാണ് സംഭവം. മെറ്റൽ ചിപ്സ് ലോറിയുടെ ബോഡിയുടെ ഇടയിലൂടെ 300 മീറ്റർ ദൂരത്തിൽ റോഡിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർ തെന്നി വീണാണ് അപകടമുണ്ടായത്. അടൂർ പത്തനാപുരം അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്ന് സേന സംഭവസ്ഥലത്തെത്തി ചിപ്സ് കോരി മാറ്റുകയും ഫയർ എഞ്ചിനിൽ വെള്ളമടിച്ച് റോഡിൽ വീണവ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തു. ചിപ്സ് വീഴുന്ന കാര്യം ലോറി ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. 1 മണിക്കൂറോളം പ്രവർത്തിച്ചാണ് ഗതാഗത തടസ്സം നീക്കിയത്. പച്ചമണ്ണ് കടത്തുന്ന ടിപ്പർ ലോറികളിൽ നിന്ന് പാതകളിൽ മണ്ണ് വീണും അപകടം പതിവാണ്. എംസാൻഡ്, മെറ്റൽ തുടങ്ങിയവ വാഹനങ്ങളിൽ നനച്ചുകൊണ്ട് പോകാത്തതിനാലും യഥാവിധി മേൽമൂടിയില്ലാത്തതിനാലും പിറകിൽ വരുന്ന വാഹന യാത്രികരുടെ മേൽ പറന്നു വീഴുന്നതും പതിവാണ്. ലോഡിറക്കി പോകുന്ന വാഹനങ്ങളിൽ ഇവ തൂത്തുമാറ്റാത്തതും പ്രശ്നമുണ്ടാക്കുന്നു. ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. പുരയിടത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനിടെ റോഡിൽ വീണ മണ്ണ് നനഞ്ഞു കുഴഞ്ഞ് സംസ്ഥാന പാതകളിലും മറ്റും റോഡുകളിലും വാഹനങ്ങൾ തെന്നിമാറി അപകടമുണ്ടാകുന്നുണ്ട്. കലഞ്ഞൂർ പള്ളിപ്പടിയിൽ മഴയത്ത് അതിലെ വന്ന കാർ നനഞ്ഞു കുഴഞ്ഞ പച്ചമണ്ണിൽ കയറി തെന്നിമാറി നിയന്ത്രണം വിട്ട് റോഡരികിലെ ബാരിക്കേഡിലിടിച്ച് കയറിയത് അടുത്തിടെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.